ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഹരിയാനയിലെ സോഹ്ന എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ റൂം എടുത്ത് റൂമിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം നമുക്ക് രാവിലെ പോകണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. റൂമൊന്നും കാണിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം വൃത്തി അല്ലേ? വൃത്തി എന്ന് പറഞ്ഞാൽ ബാത്റൂമിന് കഥകിന് മറ്റേ ലോക്കൊന്നും ഇല്ല, ബാക്കിയെല്ലാം വൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കാണിച്ചില്ല. അതെ അതെ. അപ്പോൾ രാവിലെ ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സോഹ്ന, അത് കണ്ടോ, ഐ ലവ് സോഹ്ന. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ നിന്ന്, ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏതാണ്ട് നമുക്കൊരു 870 കിലോമീറ്ററിൽ നമുക്ക് ശ്രീനഗർ പിടിക്കാം. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എത്തിയല്ല. അതെ അതെ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് പഞ്ചാബ് കയറണം. പഞ്ചാബ് കയറി നമുക്ക് നോക്കാം. എന്തായാലും പറ്റുന്ന എത്ര ഇന്ന് യാത്ര ചെയ്യുന്നു, മാക്സിമം പെട്ടെന്ന് നമുക്ക് ശ്രീനഗർ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശ്രീനഗറല്ല, ലഡാക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ലാൻസി, എന്താണ് മടുത്തോ? ആൻസിക്ക് ഇന്ന് എന്തോ വല്ലാത്തൊരു ക്ഷീണാട്ടോ. അതുകൊണ്ട് എന്തായാലും രാവിലത്തെ ചായ നമുക്ക് കുടിക്കാം. ഉച്ചക്കത്തെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാം, പറ്റുകയാണെങ്കിൽ കുക്ക് ചെയ്യാം. എന്താ കുഞ്ഞാ ഇരുന്ന് ആടണ്? എന്താ ഓ, കുഷ്യനുള്ള സീറ്റ് വേണം. പരിഷ്കാരിയാണ്. ഇവിടെ എന്താ പരിപാടി? വണ്ടി അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതല്ലേ, കൊച്ചിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് ചായ വന്നു കേട്ടോ. പക്ഷേ നമ്മുടെ UP-യിലുള്ള ചായ പോലെയല്ല, വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്, ഹരിയാനയിലെ ചായക്ക് അല്ലേ? എന്താ? ഓക്കെ എന്നാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാവ് ബജ്ജിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ചാൻസ് കഴിക്കാത്തൊരു സാധനല്ലേ? അത് വടാപ്പാവ്. ഇതിൽ വട കാണുന്നില്ലല്ലോ. എങ്ങനെയുണ്ട്? കറി എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. അതെ. എടി, അത് ഉപ്പല്ലടി, പഞ്ചസാര അടി. കൊച്ചിന് ഒരു പാലും മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഒരു സാധനം കഴിക്കില്ല, അതാണ് മെയിൻ പ്രശ്നം. കഴിക്കഴി കുഞ്ഞാറ്റേ, ചായ കുടിച്ചാൽ പോലെ അത് കഴിക്കി. ഇനി ഇന്നത്തെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ കഴിച്ച സാധനത്തിന്റെ പേര് പാവ് ബജ്ജി അല്ല കേട്ടോ. കാരണം ഞങ്ങൾ പാവ് ബജ്ജി എന്നാണ് വിചാരിച്ചത്, ഫോട്ടോ കണ്ട് പറഞ്ഞതാണ്. പക്ഷെ പുള്ളി കൊണ്ടുവന്നത് ബട്ടർ പാവാണ്. അതായത് ബട്ടർ തേച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും, നമ്മുടെ ബണ്ണ് പോലത്തെ സാധനം, പാവ് എന്ന് പറഞ്ഞ സാധനം. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, അതിൽ കൂടെ കിഴങ്ങിന്റെ ചാറും തരും. അത് നമ്മൾ കഴിച്ചേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ 23ാമത്തെ ദിവസമാണ്. അപ്പോൾ 23 ദിവസമായപ്പോൾ നമുക്ക് ചെലവിന്റെ കാര്യങ്ങൾ മൊത്തം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അതില് ഞെട്ടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്റെ ഹെൽത്ത് അറിയാവുന്നവരാണല്ലോ, അത് കൂടെ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറെ പേര് ഞങ്ങൾ അങ്ങനെ പറയുന്നതിന് പറഞ്ഞു, അങ്ങനെയുള്ളവരാണെങ്കിൽ വീട്ടിലിരിക്കണമെന്ന്. പക്ഷെ നമ്മുടെ പ്രൊഫഷനും ഇതാണ്, നമുക്ക് താല്പര്യവും ഇതായതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതിന് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മള് പെട്രോള് മാത്രം അടിച്ചിരിക്കുന്നത് 22,713 അത് ഇത്രയും വരില്ലായിരുന്നു. ഇതിന്റെ ഒരു കുറച്ച് കുറവേ വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മള് മൈലേജ് ഇല്ലാണ്ട് കുറെ ഓടി, അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ അതില് വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, പിന്നെന്താണ്, ഫുഡ് 12,000 രൂപേന്റെ ഫുഡ്, 12,910 രൂപയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് പറ്റാത്ത അവസ്ഥകളില് പിന്നെ ഇന്നിപ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞല്ലോ. ഞങ്ങള് പാവ് ബജ്ജി എന്ന് പറയുമ്പോ അത് റേറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ഇത് പക്ഷെ 300 ചില്ലാൻ രൂപ. പാവ് ബജ്ജിക്ക് റേറ്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത് ചൂസ് ചെയ്തത്. പക്ഷെ അവര് കൊണ്ടുവന്നപ്പോഴത്തേക്കും റേറ്റ് കൂടുതലുള്ള സാധനം കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ചൊക്കെ റേറ്റ് ആവുന്നത്. പിന്നെ റൂം 12,230 രൂപ, കിലോമീറ്റർ 4,695 കിലോമീറ്റർ ഓടിയിട്ടു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ പൈസ നമ്മൾ എണ്ണ അടിച്ചിട്ടില്ല. കറക്റ്റ് ആണ്. പിന്നെ ഇതില് റൂം ശരിക്കും നമ്മൾ കഴിഞ്ഞ ട്രിപ്പൊക്കെ കണ്ടവർക്ക് അറിയാം, റൂം നമ്മൾ സാധാരണ 1-2 റൂം എടുക്കലേ ഉള്ളൂ. ഈ പ്രാവശ്യം അതെ അതെ. മുട്ടായി തരാം. അത്രയും റൂം മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എടി പറയട്ടെ.
ഈ കള്ളിപ്പെണ്ണൊന്നും നമ്മളെ കൊണ്ട് സമ്മതിക്കൂല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാം അല്ലേ? അത് നടക്കുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴി കണ്ടോ, എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ, പൊള്ളി വഴി. ഒന്നും നോക്കണ്ട, നമുക്ക് തന്നെ വിട്ടടിച്ച് പോവാട്ടോ. വണ്ടിക്ക് മൈലേജും കിട്ടും. അതെ, മൈലേജ് കിട്ടും. നമുക്ക് ഇത്രയും വരെ നമ്മള് ഒരു വലിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടി ഇന്നലെ പോകുന്നല്ലോ, വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇറങ്ങും. 22 മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിലേക്ക് കയറുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. പിന്നെ എന്താ പറയാ, അടിച്ച് എണ്ണിച്ച് ലഡാക്കൊക്കെ പോകണം എന്നുള്ള ആൾക്കാർക്ക് ഇതിൽ കൂടി ഞങ്ങൾ കയറി അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എത്തും കേട്ടോ. നമ്മള് പിന്നെ സാധാരണക്കാരിൽ കുഞ്ഞു വണ്ടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ നിർത്തിയൊക്കെ പോകാൻ പറ്റുള്ളേ. പിന്നെ only one ഡ്രൈവർ, അതാണ് മെയിൻ കാരണം. ആ ഡ്രൈവർക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റത്തില്ല. ഡ്രൈവറുടെ വായിൽ മൊത്തം വായ്പുണ്ണ് വന്നേക്കും കേട്ടോ. ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയുന്നേ. ഞങ്ങളുടെ നാട്ടിൽ അതിനെ വായ്പുണ്ണ് എന്നാണ്ട് പറയാ. അത് വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ചുണ്ട് മൊത്തം ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ ആരും ഒരു ഗുളിക എന്തോ കഴിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അതെ, മേടിക്കാം. ഈ പ്രേതത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കുഞ്ഞാറ്റ പ്രേതം, ചോര കുടിക്കുകയാണ്. എന്റെ ശരീരത്തിൽ ചോര ഇല്ലടി, തീർന്നു പോയടി ഇതെല്ലാം. എല്ലാരും പേടിച്ചില്ലേ ഈ പ്രേതത്തിനെ കണ്ടിട്ട്? എല്ലാരും പേടിച്ചില്ലേ? കമന്റ് ചെയ്യണേ. ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളത് സംസാരിക്കാൻ കേട്ടോ. നമ്മൾ ഈ വണ്ടിയിലാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ ആ ചേട്ടൻ ഭയങ്കര സന്തോഷം കേട്ടോ. വേറെ ചേട്ടൻ ജസ്റ്റ് ഒരു കൺസൾട്ട് ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ ചേട്ടൻ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് സംസാരിക്കും കേട്ടോ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ NH 248 ആണ് കേട്ടോ. ഇത് NH 248A ആണ്. അത് ഗുരുഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സോൻഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കുള്ള അതെ, അതിലെ മെയിൻ ഹൈവേ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഒരു ഗുഹേനുള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഗുഹയല്ല കേട്ടോ, ടണലിനുള്ളിൽ കൂടെ കയറി പോകാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പഴത്തേക്ക് പോയാൽ വലിയ ടൗൺ ആണ്. അപ്പൊ അങ്ങനെ ടൗണിലേക്ക് അല്ലാണ്ട് കയറ്റി വിടുന്ന ഒരു വഴിയാണ് കേട്ടോ. ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു വഴി നമ്മൾ കയറുന്നേ. ആദ്യമായിട്ടോ. സംഗതി കൊള്ളാം. ഇത് കുഞ്ഞാറ്റെ സൂപ്പർ ആണോ കുഞ്ഞാറ്റെ? നല്ല തണലില്ലേ? ആ, ഇതൊക്കെ ഫുള്ള് കമ്പികൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ മേളിൽ കൂടി ആ സൈഡിൽ കൂടി വേറൊരു NH പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് അടിയിൽ കൂടി കയറ്റി വിട്ടതേ. പക്ഷെ ഈ വഴിയുടെയൊക്കെ ഓരോ നിർമ്മിതികള് പറയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെയൊന്നും പണിയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ കേരളത്തിലൊന്നും അതിനുള്ള ഏരിയ ഇല്ല. ഇത് തന്നെ ഇപ്പം ഇങ്ങനത്തെ വലിയ വലിയ വഴികൾ വരുമ്പം ഒരുപാട് പേർക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ മെയിൻ നമ്മുടെ ഇന്ത്യന്റെ ഓരോ ഡെവലപ്പ് ആയതുകൊണ്ട് ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളൂ. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലൊന്നും അതൊന്നും നടക്കില്ലല്ലോ. ആ വഴി ഞങ്ങൾ വേറൊരു വഴിയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് വേറൊരു ടൗണിലേക്ക്, ഡൽഹിയിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഡൽഹി കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കയറിയത്. പക്ഷെ ഭയങ്കര തിരക്കാട്ടോ. രാവിലെ തന്നെ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും ജോലിക്ക് പോകുന്നവരും എല്ലാരും കൂടെ ആയിട്ട് അതന്നെ ഇറങ്ങിയത്. അപ്പൊ നല്ല തിരക്കുണ്ടേ. ഇത് കണ്ടോ, മറ്റേ നമ്മുടെ നാട്ടിലല്ല, ശ്രീനഗറിലൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. കുക്ക വലിക്കുന്ന സാധനമാണ് കേട്ടോ. മറച്ചത് കേട്ടോ. ബെരി ദോപ്പന എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ കൂടി കേട്ടോ ഞങ്ങൾ പോകുന്നേ. അവിടെ ഒരു അമ്പലം കണ്ടേ. ആ അമ്പലത്തിന്റെ ഒരു ഷേപ്പ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. ഇതുവരെ അങ്ങനെ ഒരു അമ്പലം ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണിക്കണം എന്ന് തോന്നി. അപ്പൊ കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എടുത്തൊരു അമ്പലം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സിൽ പറയണേ. കാട്ടുപൂക്കളെന്തോ നിറച്ചുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ, ഇതാണ് കാവടി യാത്രേന്റെ സംഭവങ്ങൾ. അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇതാണ്, വെള്ളം ഒക്കെ കൊടുക്കും അവർക്ക്. ഇതാണ് കേട്ടോ അമ്പലം. അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം പറയുന്നുണ്ടായിരുന്നു ഇവിടെ കാവടി യാത്ര പോകുന്നുണ്ടെന്ന്. അതെന്താണെന്ന് ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങോട്ട് വരുന്നേ, അവരെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ കാവടി യാത്ര. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഞങ്ങൾ കണ്ടു. അതെ, ഇവർക്ക് ഫുഡ്, വെള്ളം, സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് സൈഡിൽ വഴി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴി നോക്കിയാൽ രണ്ട് സൈഡും വയല. അതെ, നല്ല അടിപൊളി സീനറി ഉള്ള വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ മുന്നിൽ ഒരു ട്രാക്ടർ വരുന്നുണ്ട്. ഇതൊരു ട്രാക്ടറാണെന്ന് നമ്മുടെ നാട്ടിലെങ്ങാനും ആരെങ്കിലും ഒന്ന് പറഞ്ഞ് RTOക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നു എന്തോരം ലോഡാല്ലേ. ഗ്യാപ്പില്ല. അത് കച്ചിയാണ് കേട്ടോ. കച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് പീസാക്കിയിട്ട് അതിനകത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചിലപ്പോ വല്ല ഇത് ഇവരുടെ ഈ തൊഴുത്തുകളിലേക്കൊക്കെ ഉള്ളതായിരിക്കും അല്ലേ. അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ടോ ഒരു ഹോട്ടലുണ്ടു, അവിടെ നിർത്തിയിട്ടോ. അപ്പം നമ്മൾ താലി കേട്ടോ പറഞ്ഞത്, പക്ഷേ അതിൽ റൈസ് വന്നിട്ടില്ല, റൊട്ടി വന്നു. 2 തരം റൊട്ടി കേട്ടോ ഉള്ളത്. ഇത് ഗോതമ്പ് പൊറാട്ടയുണ്ട്, ഇത് മൈദേൻ്റെ റൊട്ടി. അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് ഗ്രീൻ പീസും കിഴങ്ങും. ഇത് ഗ്രീൻ പീസിൻ്റെ ഒരു ചാറ്, ഇത് ചെറുപയർ, ഇത് ചട്നി. പനീറാണോ? അപ്പം നമ്മുടെ ചോറ് വന്നു. ചോറ് എത്ര ഉണ്ടെന്ന് നോക്കിയേ. ചോറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ താലി പറയുന്നത്. അതായത് ചോറില്ല അതിൽ, റൊട്ടിയാണ് മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. അപ്പോൾ അതേ പേരും വെയിലാട്ടോ. അത് നോക്കി പുറത്തേക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ചെറിയൊരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടി ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചേ. ഒരു ടീമിൻ്റെ ഐസ്ക്രീം തീറ്റ കണ്ട് ഇതെന്തുവാ കുഞ്ഞാറ്റ ഇത്? ഇങ്ങോട്ട് നോക്കിയേ. എന്റെ പൊന്നേ, ഇത് എന്ത് കോലാ ഇത്? ഇങ്ങനെയാണോ ഐസ്ക്രീം തിന്നുന്നേ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എനിക്കൊന്ന് വണ്ടിക്കകത്ത് ചൂടും കൂടെ ആണ് പെട്ടെന്ന് അലക്കുന്നുണ്ട് അല്ലേ ആൻസി? അല്ല പക്ഷെ ഞാൻ ഇത്രയായിട്ടുള്ളൂ. ടീം അത് പൊട്ടിച്ച് തീറ്റയെ കഴിഞ്ഞ് മോറിനൊക്കെ ഇരിക്കുന്ന അത് അതിനകത്ത് കവറിലുണ്ടോ എനിക്ക് കുറെ. എന്തായാലും നമുക്ക് പോവാം അല്ലേ? വെയിൽ മൂക്കുന്നതിന് മുമ്പ് സ്ഥലം കാര്യം. അത് കണ്ടോ, ആ പോണ സ്കൂൾ ബസ് ഇല്ലേ, ഇത് നമ്മുടെ സാധാ ദോസ്താട്ടോ. ബെഡാ ദോസ്ത് അല്ല, സാധാ ദോസ്ത്. ആ ദോസ്ത് ബേക്കിൽ ബോഡി കെട്ടിയിട്ട് സ്കൂൾ ബസ് ആക്കിയേക്കാം. ഇതേ കാഴ്ച നമുക്ക് നേപ്പാളിൽ പോകുമ്പോൾ അവിടെയും കാണാം കേട്ടോ, ബോഡി കെട്ടിയിട്ടുള്ള വണ്ടി. ഇതാകുമ്പോൾ എന്നാൽ ഒന്നും പേടിക്കണ്ടല്ലേ. ശരിക്കും ഉണ്ടല്ലോ, വാൻ ലൈഫ് ചെയ്യുന്നവർക്ക് ഈ വണ്ടി ഒരു അസറ്റായിരിക്കും അല്ലേ? നല്ലതാ. കാരണം എന്താ പറയുക, ഒരു സെൻട്രലൈസ്ഡ് AC ആക്കുക, എന്നിട്ട് ദോസ്ത് ബോഡി വർക്ക് ചെയ്യുക. പക്ഷെ RTOയിൽ നിന്നൊക്കെ ഫുൾ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. ബോഡി അതെ, സംഭവം കൊള്ളാലേ. ഞാൻ നേരത്തെ കണ്ടതാ. അപ്പൊ എനിക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം ഇല്ല. പാസ്സായി പോയി. ഇവിടെ ഈ ഹമ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാ. അല്ല, ഇവിടെ ഇപ്പൊ പുള്ളി ഏതോ പിള്ളേരെ ഇറക്കാനും നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയതല്ലേ, അല്ലെങ്കിൽ ചീറിപ്പാഞ്ഞാ പോണേ. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മദീന എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ. ചേട്ടേ, നമ്മള് കഴിക്കാൻ കേറിയ ഹോട്ടലിൽ ചേട്ടേ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താണ്? സാധാരണ ഹോട്ടലുകളിൽ എങ്ങനെയാ, അവിടുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നവരായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഹോട്ടലുകൾ എങ്ങനെയാണെന്നറിയോ? എല്ലാരും പൊതിക്കെട്ടുമായിട്ട് വന്നിരുന്നിട്ട് പാന വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവർ എഴുന്നേറ്റ് പോകും. പക്ഷെ ഹോട്ടലുകാർ ഒന്നും മിണ്ടില്ല. വലിച്ചോണ്ട് പോണ സംഭവം ഒരു അക്ഷരം അവരൊന്നും പറയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ കുഴപ്പമില്ലായിരിക്കും അല്ലേ? ശീലമായിരിക്കും ചിലപ്പോ. അത് നമ്മുടെ നാട്ടിലെന്തായാലും ആ കരയടി നടക്കില്ലല്ലോ. ഇറങ്ങി പൊക്കോണം ഇടുന്നെന്ന് പറയും. ഇത് കണ്ടോ, ഇവിടുത്തെ പാടങ്ങളെല്ലാം ഉഴുത് കൃഷിക്കുള്ളത് ചെറുതായി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടാനുള്ളതാണ് ഈ പറിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയായിട്ടോ. ആരടാ അത്? അത് കുറച്ചധികം ഇങ്ങോട്ട് വിട്ടു പിടിച്ചോട്ടോ. ലോഡ് കയറ്റുന്ന ദോസ്തും ഉണ്ട്. ലോഡ് കയറ്റുന്ന ദോസ്തും ഉണ്ട്. വയല് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാത്തിലും കൃഷി നട്ടിട്ടുണ്ട്. നെല്ല് അതന്നെ, നെല്ല് നട്ടിട്ടുണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ അറിയാതെ പറയും. അവസരമില്ല. നമ്മൾ പോകുന്ന വഴിയുണ്ടോ, അടിപൊളി കേട്ടോ. മരം ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് നല്ല തണലും ഉണ്ട്. ഇതിൽ കുറേയൊക്കെ ഞാവൽ മരങ്ങൾ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ പറിച്ചോണ്ട് പോയിട്ടായിരിക്കില്ല ചിലപ്പോ ഇവര് വിൽക്കുന്നേ. അത് വലിയ ഞാവൽ. ഇതും അത്യാവശ്യം വലിപ്പം ആവുന്നുണ്ട്. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകട്ടോ. അപ്പനും മോൾ എന്നാ സ്പീഡിൽ ഓടണേന്ന് നോക്കിയേ. ഇതൊരു ഞാവൽമരാണ്, നിറച്ച് കായും. ഇവിടുന്ന് എടുത്ത് അപ്പുറത്തേക്ക് ഇറക്കണം കേട്ടോ. വെള്ളം ചെറിയത് വെള്ളം ഒഴുകുന്നുണ്ടല്ലേ. തോടാണ് കേട്ടോ. കിട്ടുമെന്നുള്ള ഡൗട്ടാണ്. എങ്കിലും ഞങ്ങൾ പോയി നോക്കാം. നോക്കിയേ, ഞാവൽക്ക താഴെ കണ്ടോ,
നിറച്ചുണ്ട് കേട്ടോ. നിലത്തുനിന്ന് എടുക്കരുത് കേട്ടോ. ഞാൻ ഇതുണ്ട് ഇവിടെയൊക്കെ നിറച്ച് നാവലാട്ടോ. എന്നാ കുഞ്ഞാറ്റേ അപ്പായി പറിച്ചു. എന്നാ എങ്ങനെയുണ്ട് ഏട്ടേ? നമ്മളാ മേടിച്ച അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ ഇതെല്ലാം ഫ്രഷ് സാധനം, ഒന്നും പേടിക്കണ്ട. നിറച്ചിങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോ ഒരു വല്ലാത്തൊരു ഭംഗിയാല്ലേ. അപ്പായി മേടിച്ച കഴിച്ചേ. കൊച്ചു കഴിക്കുന്ന പോലത്തെ ആണോ? അതുമായിട്ട് മാറ്റം ഉണ്ടല്ലേ? അതാ മുഖത്ത് കാണുന്നുണ്ട് ഞാൻ. അപ്പൊ അത്ര നല്ലതല്ലായിരിക്കും. ഇത് നാടനാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ടീം കവറായിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഗുണമുണ്ട്. ആ കൊടുക്ക്, കച്ചവടം ഉണ്ടാക്കുന്നു. എന്നാ അപ്പായി നാടി കൊറേ പറിക്കാം. കുറച്ച് കവറിൽ ഇട്ട് കൊടുക്ക്. മരത്തിന്റെ താഴെ ഇവിടെ പ്രതിഷേധം ഞാവൽ പ്രതിഷേധം. മരം മൊത്തത്തിൽ കൊണ്ടുപോകണമെന്നാണ് കുഞ്ഞാറ്റിന്റെ സ്കീം. ചേട്ടായിയാണെങ്കിൽ പറിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. കാരണം നല്ലത് നോക്കി പറിക്കാൻ നേരത്ത് ഒന്നും കിട്ടുന്നില്ല. മതി എടുത്തോട്ടെ, ചാമ്പിക്കോ. അപ്പോൾ ഞങ്ങളെ നടുറോട്ടി പിടിച്ചിട്ടു ഗൈസ് അല്ലേ കുഞ്ഞാറ്റെ? ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ കണ്ടിട്ട് പോകാട്ടോ. ട്രെയിനെ കാണുന്നുമില്ലല്ലോ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് പുറത്തിറങ്ങിയേക്കുന്നത്. കൊച്ചിനെ ട്രെയിൻ ഇഷ്ടമാണോ? ഞാവൽപ്പഴം കഴിക്കുന്നത് കുറേ പറിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വഴക്കിലായിരുന്നു. അപ്പോഴാണ് ട്രെയിനിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇറക്കി. കുഞ്ഞാറ്റെ ഇത് കണ്ടോ? ഇത് പൊങ്ങുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് കണ്ടോ കൊച്ച്? ഇത് കണ്ടോ? അവിടെ ഉള്ളിൽ ആ ചേട്ടൻ തിരിക്കും. അത് തിരിക്കുമ്പോൾ അവിടെ നിന്ന് കേബിളുകൾ കണ്ടോ മൊത്തം ഇങ്ങോട്ട്? ആ കേബിളുകൾ വഴി ഇത് കറങ്ങിയിട്ടാണ് ഇത് താഴുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിലേതോ ഒരു സൈഡിൽ നിന്ന് ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ. ഏത് സൈഡിൽ നിന്നാണെന്നറിയില്ല. ഒരു ഡാൻസാണ്. കൈ പിടിച്ച് നിന്ന് ഡാൻസ് കളിച്ചു, ഒരു കുഴപ്പമില്ല. ആൾക്കാരൊക്കെ ഇവളെ നോക്കുന്നത്. നിൽക്കടി, അടങ്ങി നിൽക്കടി തള്ളിപ്പണി. പാവം ട്രെയിൻ കാണാൻ വേണ്ടി ഇറങ്ങി നിന്ന് വേർത്ത് കേട്ടോ. ആ വരുന്നുണ്ട്. അവിടുന്ന് കേട്ടോ വരുന്നത്. കുഞ്ഞാറ്റനെ പിടിക്കാൻ സി ട്രെയിൻ വരുന്നില്ലെങ്കിൽ അങ്ങ് ഉരുട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ ചേട്ടൻ അല്ലേ? പിന്നെ അല്ല, ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കെ ജോസഫ് ദാൻസി അല്ലേ? ശരിക്കും ഇങ്ങനെ പോകുന്നവരൊക്കെ ഫൈൻ ഇടണം. നല്ലൊരു പൈസ ഫൈൻ അങ്ങ് ഇട്ട് കൊടുക്കണം. എല്ലാവരും ബൈക്കുകാരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ ബൈക്കുകാരും അങ്ങനെ ചെയ്യാൻ നിൽക്കും. പക്ഷേ നമ്മുടെ ട്രെയിനാണെങ്കിൽ വരുന്നുണ്ട്. ഇപ്പം ഇതാ വരുന്നു. ചില്ലറ സൂക്കേടല്ല കേട്ടോ. ഓ അപ്പുറത്തെത്തി. പുള്ളിക്ക് ഇപ്പോൾ ഒരു ഓസ്കാർ കിട്ടിയ അനുഭൂതി ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ വെയിലത്ത് നിന്നത് വെറുതെ ആയില്ല കേട്ടോ. ഒരു ഇലക്ട്രിക് ട്രെയിനാണ്. എൻ്റെ അമ്മോ, ആ ഓണിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലേ? വണ്ടിയൊക്കെ കാലിയാണല്ലോ. സെക്കൻഡ് ക്ലാസ്സിലൊന്നും ആരുമില്ല കേട്ടോ. ഇതെങ്ങോട്ട് പോകുന്ന? ഇതിപ്പോൾ തീരും, നിങ്ങൾ കയറിക്കോ. ഇതേതോ ചെറിയ സ്ഥലത്തേക്ക് ഓടുന്ന കേട്ടോ. ഒറ്റ മനുഷ്യന്മാരില്ല, ആകെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ബായ്. ട്രെയിൻ കഴിയുന്നുള്ളൂ, എന്നാലും നമുക്ക് വണ്ടി കയറിയിരിക്കാം, അല്ലെങ്കിൽ ഹോണടി കേൾക്കും. കൊച്ചിന് ഇട്ടായോ? അതെ. ഒരു ട്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ വിചാരിച്ചാണ് ഇവിടെ നിർത്തിയത് കേട്ടോ. ചേട്ടൻ ഈ സ്റ്റോപ്പ് എന്നുള്ള സാധനം താത്തിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ കുഞ്ഞാറ്റയ്ക്ക് കാണണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാ. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 2 ട്രെയിൻ ഉണ്ടെന്നുള്ള കാര്യം കേട്ടോ. അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ഇത് കണ്ടു കുഞ്ഞാ? ട്രെയിൻ കണ്ടു കുഞ്ഞാ? ഗുഡ്സ് എന്താ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. പല സാധനങ്ങളും കൊണ്ടുപോകും, മെറ്റലും ഒക്കെ കൊണ്ടുപോകുന്നതാണ്. ഇത് പക്ഷേ എന്തോരം പോയി ഉണ്ടെന്ന് വേണേ നേരത്തെ പോയതിന്റെ ഡബിൾ ഉണ്ടാവും. കണ്ടോ കുഞ്ഞാ? ട്രെയിൻ പോയാലോ എന്ന് ചോദിച്ചു കൊച്ചു ചാടിക്ക് ഒരു പുറകെ പോയിരുന്നു കേട്ടോ. സന്തോഷമായോടാ കൊച്ചിന് ട്രെയിൻ? ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് ട്രെയിൻ ഒന്നും ഇല്ലല്ലോ. ആദ്യമായിട്ട് കൊച്ചു കാണുന്നതിന്റെ ഒരു സന്തോഷം കേട്ടോ കൊച്ചി കാണിക്കുന്നേ.
പിന്നെ നമ്മൾ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടിയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടന്മാരൊക്കെ ഇരുന്ന് ചായ കുടിയും വർത്താനം പറച്ചിലൊക്കെയാണ്. വൈകുന്നേരം സമയല്ലേ, അമ്മമാരും ഇറങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? കാരണം വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയെന്നുള്ളൂ. അതെ, അത് മാത്രല്ല മുറ്റം റോഡാണ്. പിന്നെ കൊറേ ആൾക്കാർക്കേ ഇങ്ങനത്തെ ഗ്രാമം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരാളുടെ കമന്റ് ഞാൻ കണ്ടു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇങ്ങനത്തെ ഗ്രാമങ്ങളെ ഉള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. അതെ, ഇങ്ങനത്തെ ഇതിലും മോശമായ ഇത് മോശമായ ഗ്രാമമല്ല, ഇതിലും അതെ സ്റ്റാൻഡേർഡ് ഗ്രാമങ്ങൾ, ഇതിലും മോശമായ ഗ്രാമങ്ങളുണ്ട്. നിങ്ങളൊന്നും കാണിക്കാൻ പോലും പറ്റില്ല. അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്രയും ദുരിതമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിയ വലിയ വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ. വലിയ വീടുകളാണ്, വലിയ വാർക്ക വീടുകൾ തന്നെയാണ് കൂടുതൽ ഇവിടെ കേട്ടോ. ഗ്രാമം നമുക്ക് പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഹൈവേ ഒക്കെ വഴിയിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഇവരുടെ വീട്. നമ്മളിതിനെ ഗ്രാമം എന്നാണ് പറയാം. അതെ, കുറച്ച് ഹൈവേന്ന് വിട്ടിട്ടാണ് കേട്ടോ അവര്. വീടിന്റെ ഉള്ളിൽ കൂടി കയറി പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ. വേറെ കിടപ്പുണ്ടല്ലേ. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ കയറ്റി വിടുന്നത് ഞങ്ങൾക്ക് ഒരു പിടുത്തല്ല കേട്ടോ. പലപ്പോഴും പലരും പറയാറുണ്ട് ഈ മാപ്പിനെ വിശ്വസിക്കരുത്, ഈ ചേട്ടത്തി ചതിക്കുന്നു. ഈ ചേട്ടത്തി ഞങ്ങളെ ചതിച്ചു കേട്ടോ. അതെ, ചില സെറ്റിംഗ്സ് നമ്മൾ മാറ്റാനുണ്ട്. അതാ. അതെ, ഈ വീടൊക്കെ ഇടിച്ചിട്ടേക്കോ അല്ലേ? പുതിയ വീട് വല്ല പണിയുന്നത് വലുതായിരിക്കും. പക്ഷെ ഇതുണ്ടോ, എന്തിനാണ് ഇങ്ങനെ ഒരു വഴി കൂടി നമ്മളെ കയറ്റിയേക്കുന്നത്? ഒരു പിടുത്തമില്ല. പെട്ടു ഗൈസ്, പെട്ടു. ചേച്ചിമാര് കസാരയൊക്കെ എടുത്തിരുന്നുണ്ട്. ചേച്ചി കസാരയൊക്കെ എടുത്തൊന്ന് വീടിനുള്ളിൽ കയറിപ്പോ പുള്ളിക്കാരി ചിരിച്ചോണ്ട് കസാരയൊക്കെ എടുത്തിട്ട് പോവാ. എന്തോന്ന് വഴിയായിട്ട് ഈ അതാ ഞാനിങ്ങനെ നോക്കുന്നു. മാപ്പിൽ കണ്ടോ? ഇത് നോക്കിയേ, മാപ്പിൽ നേരെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വഴിയിലേക്ക് പോയി കയറുമെന്നാണ് കാണിക്കുന്നത്. ഇനി ആ വഴി നിങ്ങൾ നമ്മളെ ഇറക്കിയതാണോ? അങ്ങനെയും പറയാൻ പറ്റില്ല. ജാഞ്ച് കാലൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് എന്ത് വഴി? ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? പോവാൻ മുമ്പോട്ട് ഇങ്ങനത്തെ തന്നെ വഴിയാണെങ്കിൽ കുഴപ്പമില്ലടി. ഇത് ഇന്റർലോക്ക് ഇട്ടല്ലേ, പോയി നോക്കാം അല്ലേ? വഴിയുടെ വീതി കുറഞ്ഞു തീരാനായല്ലോ. കാണുമ്പോ തന്നെ ഒരു ചിരിയല്ല വരുന്നത്, ദേഷ്യാണ് വരുന്നത് എനിക്ക്. ഗൂഗിൾ മാപ്പിന്റെ ഒരുമാതിരി കോപ്രായങ്ങള്. കൃഷിക്കാരൊക്കെ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട് ഭാഗ്യത്ത്. ചേട്ടനും വിചാരിക്കണ്ടാവും ഇതിപ്പോ ഏത് വധൂരികളാണ് ഈ വഴി. ചേട്ടൻ ഞങ്ങള് നമുക്ക് വേറെ ഏതോ വഴിയിലേക്ക് കയറ്റി വിടുവാണ്. ഞാനും അങ്ങനെ വിചാരിച്ചേ. ഇതിപ്പോ ഇങ്ങനത്തെ വഴി കൂടി, ഇത് വഴിന്നൊക്കെ ഇനി പറയാൻ പറ്റുമോ? വഴിയില്ല. ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞത് ഇവരെ കൃഷിപ്പാടത്തിലേക്കൊക്കെ ഉള്ള ഒരു തരം വഴി. ഇതൊക്കെ മാപ്പിലുണ്ടല്ലോ എന്ന് ഓർമ്മ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞാറ്റെ പുറകെ ഇരുന്നിട്ട് എന്തോ പറയുന്നുണ്ടേ. എന്ത് കിസി? കൃഷി കിസി ഉണ്ട്, കിസി അല്ലേ? ഇതെന്ത് കിസിയാടി? കാപ്പി കിസിയോ? നമ്മുടെ നാട്ടിലല്ലേടി കാപ്പി കിസിയൊക്കെ ഉള്ളൂ. ഇത് പുല്ല്. പിന്നെ അങ്ങനെ ഞങ്ങൾ ടാറിട്ട റോട്ടി കയറിട്ടോ. ഓ സമാധാനായി. ഇത്രയും നേരം എന്ത് വഴിയാന്ന് തന്നെ വിചാരിച്ചെന്ന് ടെൻഷൻ അടിച്ചു കേട്ടോ. മാപ്പ് ഒരുമാതിരി പണിയൊക്കെയാണ് ചെയ്യാറ്. അവരവിടെ സൈഡാക്കുവോ? നമ്മളെ സസി അവരവിടെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ചാർജർ പോയി കിട്ടിട്ടോ. പറ്റിയതൊന്നും അറിയില്ല. ലൈറ്റ് ഒക്കെ ഓൺ ആയി കിടപ്പുണ്ട്. പക്ഷെ ഇത് കുത്തി കഴിയുമ്പോ ഈ കുറച്ച് കഴിയുമ്പോ ഈ ലൈറ്റ് അങ്ങ് ഓഫ് ആയി പോകും. കറണ്ട് വരുന്നില്ല. ഒരെണ്ണം ഒന്ന് എന്തോ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി പുതിയത് വേറെ വെച്ചതാണ്. ഇനിയിപ്പോ എന്താ ഞാൻ അടുത്തെടുത്തിട്ടൊന്ന് അതുമായിട്ട് പിടിപ്പിക്കാൻ പോവാട്ടോ. ഇത് നമ്മൾ പുതിയത് മേടിച്ചിട്ട് വന്നാ അതിനും എന്ത് പ്രശ്നം? പഴയത് നമ്മുടെ വേറെ, ഇത് നമ്മൾ പുതിയത് മേടിച്ചത് തന്നെയായിരുന്നു. കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതും വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരെണ്ണം മേടിക്കുന്നത് നല്ലത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യുപിന്ന് മേടിച്ച് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചായിരുന്നു. ഇത് യുപിന്നല്ലേ? ഇത് യുപി അല്ലല്ലോ. ഓ ഹരിയാനയാണല്ലോ അല്ലേ? ഇവിടുന്ന് എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നല്ല പറഞ്ഞേ. അങ്ങനെ
കുത്തി നോക്കിയപ്പോൾ ചാർജ് കയറുന്നുണ്ട് കേട്ടോ. ഇതിന് കുഴപ്പമില്ല, മറ്റേത് പോയി. ഈ ഫോണൊന്ന് കുത്തി നോക്കി. ഞാൻ പറയാം, വേറെ ഒരെണ്ണം കൂടെ നമുക്കേ മേടിച്ച് വെക്കാം, സ്റ്റോക്ക് വെക്കാം. അതെ, അതായത് കയറുന്നുണ്ട്. ഭാഗ്യം. ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ഈ ചാർജിങ് ഇല്ലെങ്കിലേ അത് നമ്മുടെ മെയിനാണ്, നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് മെയിൻ ഒരു പ്രത്യേകത. ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് ഉണ്ടെങ്കിൽ സെറ്റപ്പ് ആട്ടോ. ഇതെന്താ? ഓ എന്റെ പൊന്നെ, കിസി കാണാൻ വേണ്ടി പോയ കൈയൊന്നും വിട്ട് ഓടരുത്, മനസ്സിലായല്ലോ. കിസി കണ്ടില്ലേ, ഇനി പോവാ. എങ്ങോട്ട് ഇറങ്ങുന്നേ? ഇങ്ങോട്ട് വന്നേ, പോയി വണ്ടി കയറി. എങ്ങോട്ട് ഇറങ്ങിയാലും അപ്പൊ ഫോട്ടോ എടുക്കണം. കൃഷി കണ്ടോ? കണ്ടില്ലേ കൊച്ചേ? ഞങ്ങളങ്ങനെ ഹൈവേയിൽ എത്തിട്ടോ. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഹൈവേന്ന് ഇറക്കിയിട്ട് വേറൊരു ഹൈവേയിൽ കയറ്റിയതാണ്. പക്ഷെ അത് ഇത്രയും നല്ല വഴിയായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. അങ്ങനത്തെ വഴിയിലാണ് ഞങ്ങൾ ഇറക്കിയത്. കയറ്റിയത് കുറച്ച് കുഴപ്പമില്ലാത്ത വഴിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചാർജർ എല്ലാം പോയി കേട്ടോ. ചാർജർ പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ ചാർജറിൻ്റെ അല്ല, നമ്മുടെ ബാറ്ററീൻ്റെ ലൈൻ ഒന്ന് ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വേറെ ചാർജർ പിടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ സാധനം പോയിട്ടുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് എന്തോ ഉണ്ട്. പക്ഷേ ബാറ്ററി കറക്റ്റ് ചാർജ് ആവുന്നില്ലായിരുന്നു, അതായിരുന്നു കേട്ടോ മിസ്റ്റേക്ക്. ഇത്ര നേരം നമ്മുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ അതേ ആൻസിക്ക് വെച്ചെന്തായിരിക്കുന്നത്. എന്താണ് എന്താണ് ഐസോ? ഐഫോണാ മേടിക്കാം, കുഞ്ഞു ഫോൺ ഐഫോൺ. ആ നമുക്ക് മേടിക്കാം. ഇപ്പൊ ചേട്ടന്മാർ ഇവിടെ ലൈൻ കൊടുത്തോണ്ടിരിക്കുക. ഹായ് ഹായ്, आपका नाम क्या है सर? अजय. आपका? ശ്യാം. അപ്പോൾ ഇതാണ് ഇവരുടെ കട വരുന്നത് കേട്ടോ. നമ്മൾ അതെ ഈ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ സ്ട്രൈറ്റ് റോഡ് പോയാൽ നമ്മൾ പഞ്ചാബ് കയറാൻ 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത്. ചാർജിങ് ഒന്നും നടക്കുന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് റെഡി ആയത്. അപ്പോൾ നമ്മുടെ ചാർജറുകളുടെ പൊസിഷനൊന്നും മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചാർജറുകളൊന്നും പോയിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന്, വണ്ടീൻ്റെ ബാറ്ററിയിൽ നിന്ന് ബേക്കിലത്തെ ബാറ്ററിയാണ് നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ ഈ വണ്ടീൻ്റെ ബാറ്ററീൻ്റെ ലൈൻ ഒന്ന് ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ മോട്ടർ കിടന്ന് കറങ്ങും, ഡൈനാമോ കറങ്ങും, ബാറ്ററി അങ്ങനെ കറക്റ്റ് ചാർജ് ആവില്ല. അതായിരുന്നു കേട്ടോ കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നിപ്പോൾ പമ്പൊന്നും കിട്ടുമെന്ന് അറിയില്ല, കാരണം ബോർഡറിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ലൈറ്റും പോയായിരുന്നു കേട്ടോ ബേക്കിലത്തെ. അതായത് ഇത് ചുമ്മാ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടാണ്, ഇതിൻ്റെ സോൾഡറിങ് ഇതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതിനി മാറ്റാൻ പോവാണേ. അതും കൂടി മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അതും കൂടി മാറ്റിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ബാറ്ററി എന്തായാലും നോക്കി നന്നായിട്ടോ, അല്ലെങ്കിൽ പണി കിട്ടിയേനെ. കാരണം ബാറ്ററി ചാർജ് ആവുന്നുണ്ടാവുന്നില്ല കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെച്ച ബാറ്ററി ചാർജ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. കുറേ നേരം സംസാരിച്ച്, ഹിന്ദി അറിയില്ലെങ്കിലും ചേട്ടന്മാർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞാറ്റേ ഇല്ല, അത് കുഴപ്പമില്ല. എന്തായാലും അതും ബൾബിൻ്റെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ ഈ ചേട്ടന്മാർ വലിക്കുന്ന സംഭവം എന്താണെന്നുണ്ടോ, ഇതാണ് കുക്ക. ഇതിൽ തീക്കനലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ ആണ് സെറ്റപ്പ് വരുന്നത് കേട്ടോ. ഓ സെറ്റപ്പ് പൂര സെറ്റപ്പ്. ആ ഹുക്ക വേണ്ട. ആ ബീഡി സിസറും വലിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാന്ന് കേട്ടോ പറയുന്നത്. ഞങ്ങളിത് പ്രോത്സാഹിപ്പിക്കില്ല, ഞങ്ങൾ പക്ഷേ പറഞ്ഞു എന്നേ ഉള്ളൂ. പാനി ആ താഴെ ഇതിൽ വെള്ളമാണ് കേട്ടോ. പിന്നെ മേളിൽ തീ വിടും. അപ്പോൾ അതിൻ്റെ ഇതിൽ വരുന്ന പുകയാണ് ഈ വലിച്ചെടുക്കുന്നത്. അങ്ങനെ ഫിൽറ്റർ. ഇത് താഴെ വെള്ളവും മേളിൽ ഇതുമാണ്, കനലുമാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആവിയാണ്, ആ എയറാണ് മേളിലേക്ക് ഒരു വലിക്കുന്നത് കേട്ടോ. കണ്ട, ഇത് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇവരും ഇങ്ങനെ, അതേപോലെ ഈ കടയൊക്കെ അടയ്ക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഇരുന്നിങ്ങനെ വലിക്കും. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത പണി കിട്ടി കേട്ടോ. ഇത് കണ്ടോ, സ്റ്റിയറിങ്, പവർ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ് തെളിഞ്ഞു കിടക്കും. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു.
അനങ്ങണില്ല അല്ലേ? അങ്ങനെയല്ല, ഭയങ്കര ടൈറ്റ്. ഓടുമ്പോഴും സംഗതി ഇത് തന്നെ. അപ്പോൾ നമുക്കൊരു പണിയാം, ബാറ്ററീൻ്റെ ലൈൻ ഒന്ന് ഊരിയിട്ട് കൊടുക്കാം. പക്ഷെ സീൻ എന്താണെന്നറിയോ? മുമ്പോട്ടൊന്ന് നോക്കി, പാതിരാത്രിയായി സമയം, വണ്ടിയൊക്കെ ഫുൾ അലമ്പാണ്. ഇങ്ങനെ ഒരു പണി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സമയം ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. നടു റോട്ടിൽ പെട്ട്. എന്താ ഏട്ടേ ചെയ്യുന്നേ? സാധാരണ ഇതേപോലെ എന്തെങ്കിലും വാണിംഗ് ലൈറ്റ് വന്നാലേ നമ്മൾ ബാറ്ററീൻ്റെ ലൈൻ ഒന്ന് ഊരിയിട്ട് തിരിച്ചു കൊടുക്കും. അപ്പൊ റെഡി ആവേണ്ടതാണ്. ഇതിപ്പോ ഇത്രയും ദിവസം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, ഇവരിത് കൊടുത്തു അവിടെ തന്നെ പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് കൊടുത്തതിന്റെ എന്തോ മിസ്റ്റേക്ക്, അവർ ലൈൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ശരിക്കും അറിയില്ലേ? ആർക്കറിയാം, പൈസ മേടിച്ചു, നല്ലോണം നല്ല രീതിക്ക് പൈസ മേടിച്ചു കേട്ടോ. ചേട്ടൻ എല്ലാ വിധേനയും പരീക്ഷിച്ച് നോക്കിട്ടോ, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. സമയമാണെങ്കിൽ 10 മണിയാവുകയും ചെയ്തു. നടു റോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിങ്ങനെ ഓടിച്ചോണ്ട് പോയാലോ? ഇങ്ങനെ ഓടിച്ചോണ്ട് പോകാൻ പാടുണ്ടോ? നോക്കട്ടെ, ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. ഏടേ, ഓടിക്കാൻ പറ്റുന്നുണ്ടോ? ഓടിക്കാൻ സ്റ്റിയറിംഗ് ചെറിയ ടൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മണ്ടത്തിലാണ് കാണിക്കുന്നത്. എന്നാലും നമുക്കിപ്പോ ഇതിപ്പോ നടു റോട്ടിലും മെയിൻ ഒരു ഹൈവേയിലും കൂടി ആയിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ ബാറ്ററീന്റെ ലൈനൊക്കെ ഊരി നോക്കിയില്ലേ. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും സിഗ്നൽ കാണിച്ചാൽ അത് ഓൺ റെഡി ആവണ്ടയാ. പക്ഷെ അങ്ങനെയൊന്നും ആയില്ല അല്ലേ? ഒന്നും ആവുന്നില്ല. എന്തായാലും ഇതൊരു ടൗൺ ആണ്. ഇനിയിപ്പോ ഫസ്റ്റ് പമ്പാണ് അടിക്കുന്നെങ്കിൽ പമ്പിൽ നിർത്താം. അതല്ല, ഹോട്ടൽ നിൽക്കാം. സിഗ്നൽ ഇപ്പോഴും തെളിഞ്ഞ് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. ഫുള്ള് പണിയാണല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പണി. ഞങ്ങളുടെ കൂടെ സങ്കടങ്ങള്, വിഷമങ്ങള് എല്ലാം ആണ് ഞങ്ങൾക്ക് കിട്ടും. ശരിയാവുമായിരിക്കൂലേ? അതെ, ഇത് കണ്ടോ, ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിരിക്കുന്നത്, ഇതെന്താ കുഞ്ഞാറ്റെ? റോബോട്ട്. അപ്പോൾ ഇവിടെ തന്നെ അടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ടെന്നാണ് അനുസരിച്ച് പറയുന്നത്. നമുക്ക് നാളെ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഒരു ഭാഗമാണ്. വണ്ടിയാകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നില്ലെങ്കിൽ കണ്ണു കിട്ടും അല്ലേ കുഞ്ഞാ? റോബോട്ട് എന്തായാലും കൊള്ളാം അല്ലേ? നാളെ ഇതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് പുള്ളിനെ കൊണ്ടൊന്ന് ചോദിപ്പിച്ച് നോക്കാം കേട്ടോ. ചായ കൊണ്ടുവന്ന് തരുമെന്ന് അറിയാലോ. അങ്ങനെ നമ്മൾ റൂമിൽ വന്നു കേട്ടോ. എന്തോ ഭാഗ്യം, അതായത് നമ്മൾ വണ്ടി കേടായതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിച്ച് വന്നു. മണ്ടത്തിലാണ്, പക്ഷേ ഒരു 10-20 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും റൂം കിട്ടി. ഇനിയിപ്പോൾ നാളെ വർക്ക്ഷോപ്പ് തുറന്നിട്ട് നമുക്ക് കൊണ്ടുപോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ചിലപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡിഫാൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയാവും. ഇതിൻ്റെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് മൊത്തത്തിൽ എന്താ പറയുക, നമ്മുടെ ചാർജറുകളെല്ലാം പോയി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് സംഗതിയാക്കി നോക്കുമ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. എന്താണോ ദൈവത്തിന് അറിയാം. എന്തായാലും ഇപ്പോഴേ ഈ കംപ്ലയിൻറ്റ് കിട്ടി നന്നായി. കാരണം നമ്മൾ കാശ്മീരിനും ലഡാക്കിനൊക്കെ കയറുന്ന സമയത്താണ് അത് നമുക്ക് ഭയങ്കര ഒരു പണിയായി പോയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്തോ ഒരു ചെറിയ യോഗം ഉള്ളതുകൊണ്ടാണ്, നല്ലതിന് വേണ്ടിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതോടെ വരെ ബൈ. കുഞ്ഞാറ്റെ ഒരു ഗുഡ് നൈറ്റ് പറയാം. ഗുഡ് നൈറ്റ്.